കാഞ്ഞങ്ങാട് നവതരംഗിണി കൾച്ചർ സെന്ററിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ ചിത്രപ്രദർശനം വരക്കൂട്ടം 2011 കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ഇ. ചന്ദ്രശേഖരൻ എം.എൽ.എ. പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഇ.വി. അശോകൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ടി.കെ. സുധാകരൻ, ത്യാഗരാജൻ ചാളക്കടവ്, പ്രഭാകരൻ കാഞ്ഞങ്ങാട്, രഞ്ജിത്ത് മാണിക്കോത്ത്, അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഹോസൂർ സി.ഐ. സുരേന്ദ്രൻ വി.പി. സ്കൂൾ കലോത്സവത്തിൽ ഓയിൽ പെയിന്റിംഗിൽ 1ാം സ്ഥാനം നേടിയ ജിതിൻ മനോഹരന് ഉപഹാരം നൽകി അനുമോദിച്ചു. കുട്ടികളുടെ വരകൾ സമൂഹം ശ്രദ്ധിക്കാതെ പോവുകയാണെന്നും കുട്ടികളുടെ വരകൾക്ക് പ്രചോദനം നൽകുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രദർശനങ്ങൾ ഒരുക്കുന്നതെന്നും തരംഗിണി കൾച്ചർ സെന്ററിലെ ആർട്ടിസ്റ്റ് ഇ.വി. അശോകൻ പറഞ്ഞു. നവതരംഗിണി കൾച്ചറൽ സെന്റർ പ്രധാനമായി ഊന്നൽ നൽകുന്നത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ഒന്ന് ഊട്ടി വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ ഊട്ടി വളർത്തണമെങ്കിൽ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ ആണ് എന്നൊരു തോന്നലിലാണ് ചിത്രകലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ മാസത്തെ പരിപാടിയായി കുട്ടികളുടെ ചിത്ര പ്രദർശനം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ചിത്രങ്ങൾ പൊതുവെ വെറുതെ ഒന്ന് നോക്കി എൻ്റെ മകൻ നന്നായി വരക്കും അല്ലെങ്കിൽ എൻ്റെ മകൾ നന്നായി വരക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ സർഗശേഷിയെ പാടെ അവഗണിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ശിശുദിനത്തിന് സ്റ്റാമ്പ് ഇറക്കും, അതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ പോസ്റ്റൽ മുദ്രകളായി കുട്ടികളുടെ രചനകൾ വരുമായിരുന്നു. ഇതിപ്പോൾ പോസ്റ്റ് ഓഫീസ് തന്നെ മാറ്റേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ സർഗശേഷി പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയും നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലളിതകല അക്കാദമി എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലളിതകല എന്ന് പറഞ്ഞാൽ ലളിതം എന്ന് പറഞ്ഞാൽ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അതിന്റെ ആവിർഭാവത്തിന് മുമ്പ് ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ലാളിത്യത്തിൽ നിന്നാണ് ലളിതം ഉണ്ടായത്. ലളിത സഹസ്രനാമം എന്ന് നമ്മൾ പറയുന്നത് സൃഷ്ടിക്ക് മുമ്പുള്ള അവസ്ഥ, അതാണ് ലാളിത്യം. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ വളരെ രൂഢമൂലമായി എന്നാൽ കൃത്രിമത്വം ഒന്നുമില്ലാതെ വളരെ സംസ്കൃതമായി ഉണ്ടാവുന്ന രചനകളെയാണ് ലളിത കല എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലളിതകല, അതായത് കുട്ടികളുടെ കലയെ പാടെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് വിപരീതമായി കാഞ്ഞങ്ങാട് നവതരംഗിണി കുട്ടികളുടെ ചിത്രങ്ങൾക്ക് വേണ്ട പ്രാധാന്യം നൽകി അവരെ സമൂഹത്തിൽ അവരുടെ സർഗ വൈഭവം പ്രകടമാകുന്ന വിധത്തിൽ ഒന്ന് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിന് കണ്ടത്. കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിലെ 20ഓളം കുട്ടികളുടെ 35 ചിത്രങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയിട്ടുള്ളത്. പ്രദർശനം 28-ന് സമാപിക്കും.